തെറ്റുകാനെന്ന് വിചാരിച്ചോ? ഇന്നലെ ഇവിടെ ആന ഇറങ്ങിയായിരുന്നു. ആന നമ്മളൊന്നും ചെയ്യില്ല. എന്താ പേര്? മാല. നിന്റെ കിളി എവിടെ? വീട്ടിലുണ്ട്. അതിനെ എനിക്ക് തരുമോ? ഞാൻ തരില്ല. അങ്ങനെ അങ്ങ് പോയല്ലോടി പെണ്ണെ. കൊച്ചുമുതലാളിക്ക് എന്ത് വേണം? ഈ തത്തമ്മ ചുണ്ടുകൊണ്ടൊരു ചക്കരമുത്തം തരുമോ? നീ ഉറങ്ങിയില്ലേ ഇതുവരെ? ജെയിംസ് കുട്ടി വന്നില്ല. അവനെവിടെ പോയി? കോട്ടയത്ത് ഒരു കൂട്ടുകാരനെ കാണാൻ പോയതാ. രാത്രിയായ കാര്യം അറിഞ്ഞില്ലായിരിക്കും. അവൻ ഈ വീട്ടിനകത്ത് എത്ര നേരം എന്ന് വെച്ചാ കുത്തിയിരിക്കുന്നത്? ഇച്ചിരി താമസിച്ച വരത്തോളെന്ന് പറഞ്ഞിട്ടാ പോയത്. വരും. അവൻ ഏത് കൂട്ടുകാരനെയാണ് കാണാൻ പോയതെന്ന് നിനക്കറിയാമോ? അതിപ്പോ ഞാൻ എങ്ങനെ അറിയുന്നത്? അറിയണം. നമുക്കൊരു മോനല്ലേ ഉള്ളൂ. അവനെ ലാളിക്കുന്നത് തെറ്റില്ല. പക്ഷെ നിന്റെ ലാളന അവനെ നശിപ്പിക്കുകയാണ്. അവൻ എങ്ങനെ നശിക്കുന്നെന്നോ നിങ്ങൾ ഈ പറയുന്നത്? അത് കുറെ കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും. അവൻ പോയിരിക്കുന്ന എവിടെയാണെന്ന് നിനക്കറിയാമോ? കുടിക്കാൻ. അവൻ ഒരു ദിവസം കുടിക്കുന്ന മദ്യത്തിന്റെ അളവ് ഇന്ന് അവന് പോലും അറിയില്ല. ഇത് ഞാൻ എന്തിനാ ഇല്ലാവചനം പറയുന്നത്? എന്റെ മോനെ അങ്ങനെ കുടിക്കില്ല. അവനെ തല്ലരുത്. ഞാൻ എന്തിനാ അവനെ തല്ലണം? തല്ലേണ്ടത് നിന്നെയാണ്. അല്ലേ? അവന്റെ സഞ്ചിയിലുള്ള മദ്യക്കുപ്പിയിൽ ഇനിയും ബാക്കി കാണും. പാല് കോരിക്കൊടുത്ത അതേ കൈകൊണ്ട് നീ മദ്യം ഒഴിച്ചു കൊടുക്ക. ചെല്ല്. എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. എന്താ? എന്താ കാര്യം? എനിക്ക് ഈ നാട്ടില് വേണ്ടപ്പെട്ടവരാരുമില്ല. ഒറ്റയ്ക്ക് ആഹാരം വെച്ച് കഴിക്കുകയാണ്. ഞാൻ നിന്റെ അച്ഛനോട് സംസാരിച്ചു. അദ്ദേഹത്തിന് സമ്മതമാണ്. എന്തിന്? നിങ്ങൾ കരിവെച്ച് തരാനോ? അല്ല, പിന്നെ നിന്നെ എനിക്ക് വിവാഹം കഴിച്ചു തരാം. രാധേ, നിന്നെ എനിക്കിഷ്ടമാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഈ വിവാഹത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാനൊരൊറ്റ അടി വെച്ചു തരും. നിനക്ക് വീട്ടിൽ ഇരുന്ന പോരായിരുന്നു? കണ്ടില്ലേ, എന്നെ ചെലക്കായിരുന്നു. എന്റെ തത്തമ്മയെ തരൂ. തരില്ല. തരാനാ പറഞ്ഞത്. കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നാൽ എന്റെ തത്തമ്മയെ തരാം. അനാവശ്യം പറയുന്നു. തത്തമ്മയ്ക്ക് തരാനാ പറഞ്ഞ്. അങ്ങനെ തരത്തിലടി പെണ്ണെ. കൊച്ചുമലയാളി, ആ തത്തയും കൊടുക്ക്. മനസ്സില്ല, കൊടുക്കാനാ പറഞ്ഞത്. മനസ്സിലടാ പട്ടി.
ഏതാ കൊച്ചു മുതലാളി? എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ച് നോക്കല്ലേ. ഇത് ഇവൻ തന്നെ അവിടെ കൊണ്ടുവന്ന് തരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ ഓ ഓ നീ അതവിടെ എങ്ങാനും വെച്ചോടി, ആവശ്യമുള്ളവൻ വന്ന് എടുത്തോളൂ. വീട്ടിൽ പോടി. ഈ മുൻകോപം ഒന്ന് കുറയ്ക്കണം കേട്ടോ. പിന്നെ എന്നെ പട്ടിയെന്ന് വിളിച്ചാൽ ഞാൻ അവനെ തൊട്ടുമുത്തണം. അവന്റെ അഹങ്കാരം കൊണ്ടല്ലേ അവൻ എന്നെ വെടിവെച്ചത്. അതെങ്ങനെ എന്റെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ? അവരൊക്കെ വലിയ ആളുകളാ. ആരായാലും ശരി, ഞാൻ പേടിക്കില്ല. കൊച്ചു മുതലാളി അവൻ തല്ലിയോ? അവനെ ഞാൻ പിടിച്ചു കെട്ടി കൊച്ചു മുതലാളിയുടെ മുമ്പിൽ കൊണ്ട് ഇട്ടുതരാം. എടാ, നീ ഒറ്റയ്ക്ക് പോണ്ട, ആ വർക്കിയും ബാപ്പനെയും കൂടെ വിളിച്ചോ. നീ വീട്ടിൽ പോ. പോകാൻ. എന്തേ എല്ലാരും കൂടെ? നീ കൊച്ചു മുതലാളിയെ തല്ലിയോ? കൊച്ചു മുതലാളി എന്താണ് ചെയ്തതെന്ന് നീ ചോദിച്ചോ? കൊച്ചു മുതലാളി എന്തും ചെയ്യും. നീ തല്ലുവോ? ആ, തെമ്മാടിത്തരം കാണിച്ചാ തല്ലും. എന്താ അച്ചോ, ഇങ്ങോട്ടാരെങ്കിലും വന്നോ? ഇവിടെ ആരും വന്നില്ലല്ലോ. നിങ്ങൾ ആരെയാ തിരയുന്നത്? ഒരു കൊലപ്പുള്ളിയാണ്, കണ്ണിൽ പെട്ടതാ. പക്ഷെ അവൻ കടന്നു കളഞ്ഞു. ഉപദ്രവിച്ചതിൽ ക്ഷമിക്കണം. ഹേ, അത് സാരമില്ല. കമോ.
ഇൻസ്പെക്ടർ പറഞ്ഞ കൊലപാതകി മുന്നി. ഒരു സഹജീവിയെ കൊന്നവനാണോ നീ? എന്റെ ജീവൻ രക്ഷിക്കാൻ മറ്റൊരു വഴിയുമില്ലെന്ന് കണ്ടപ്പോൾ ഞാനത് ചെയ്തു. പോലീസിന് കീഴടങ്ങും. നിയമം നിന്നെ രക്ഷിക്കും. ക്ഷമിക്കണം അച്ചു, നിയമം പണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മുന്നേ നീയല്ലേ ജെയിംസിനെ ആദ്യം അടിച്ചത്? അതെ. എന്തിനടിച്ചു? എന്റെ സഹോദരിയോട് അയാൾ മര്യാദയോടായി പെരുമാറിയതുകൊണ്ട്. ഇന്നെന്താ നടന്നത്? അയാൾ എന്നെ വെടിവെച്ചു. അതിനെന്താ തെളിവ്? എന്റെ സഹോദരി കണ്ടോണ്ട് നിൽക്കുകയായിരുന്നു സാർ. നിന്റെ സഹോദരി നിനക്ക് വേണ്ടിയല്ലേ പറയൂ? വേറെ ആരുമില്ലായിരുന്നു അവിടെ? ചോദിച്ചത് കേട്ടില്ലേ? രാധയുണ്ടായിരുന്നു. രാധ നിന്റെ ആരാ? എന്റെ എന്റെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്. ഓഹോ, അപ്പോ പെണ്ണുവഴക്കാണ് ഇതിന് കാരണം? അതൊന്നും അല്ല യമാനെ, പണത്തിന്റെ അഹങ്കാരമാണ്. ഞങ്ങൾ പാവങ്ങളാ, അവർക്കൊക്കെ എന്തും ആകാമല്ലോ. ഓ, നിന്റെ പ്രസംഗമൊന്നും വേണ്ട. ഇവനെ ലോക്കപ്പ് ചെയ്യൂ. കൊല ചെയ്തത് മുന്നിയാണ്. ഈ കേസുമായി എന്റെ മകന് യാതൊരു ബന്ധവുമില്ല. ഉണ്ട്. നിങ്ങളുടെ മകനും മുന്നിയും തമ്മിലുണ്ടായ ഒരു വഴക്കല്ലേ ഈ സംഭവത്തിന് കാരണം? അതുകൊണ്ട് എനിക്ക് ജെയിംസിനെ ചോദ്യം ചെയ്യണം. ജെയിംസ് ഇവിടെ ഇല്ല, കോളേജിൽ പോയിരിക്കുക. എന്നാൽ അയാളെ ഉടനെ വരുത്തണം. പഠിക്കാൻ പോയിരിക്കുന്ന ചെറുക്കനെ ഇക്കാര്യത്തിന് വേണ്ടി എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? അയാൾക്ക് ഈ കേസുമായി ബന്ധമുള്ളതുകൊണ്ട്. അവൻ നിരപരാധിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. പിന്നെ ഒന്നിങ്ങോട്ട് വന്നേ. എന്താടി? സർക്കിൾ ഇൻസ്പെക്ടറെ ഇങ്ങോട്ട് വിളിച്ച് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞയക്കാൻ നോക്ക്. ചെറുക്കന്റെ ഭാവി പോകുന്ന കാര്യമാ. എല്ലാം നിന്റെ നിയന്ത്രണ കുറവുണ്ടാ. എന്തെങ്കിലും കാര്യത്തിന് ഞാൻ അവനെ വഴക്ക് പറഞ്ഞാൽ നീ അവനെ ന്യായീകരിക്കലേ ചെയ്യാറുള്ളത്. ഇപ്പോഴാണോ ഇതൊക്കെ പറയാൻ കണ്ട നേരം? അവരെ ഒന്ന് പറഞ്ഞയക്കാൻ നോക്ക്. ശരി. സാർ, ഒന്നിങ്ങോട്ട് വന്നാട്ടെ. ശശി, കേസ് ഇപ്പൊ സബൂറാവും. അതെങ്ങനെയാങ്ങനെ? മറ്റവൻ ഇടപെടുകൂടാ. ആര്? സർക്കിൾ അദ്ദേഹം തിരിച്ചു വരുമ്പോ പോക്കറ്റ് മുഴച്ചിരിക്കുന്നത് നീ കണ്ടോ? ഏയ്, സർക്കിൾ അദ്ദേഹം അതിലൊന്നും വീഴില്ല. പിന്നെയാണോ സർക്കിളേ? ക്ഷമിക്കണം മിസ്റ്റർ മാത്തച്ഛൻ, ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. കൈക്കൂലി കൊണ്ട് കേസ് ഒതുക്കി കളയാമെന്ന് വിചാരിച്ചാൽ ഈ നാട്ടിൽ നീതി ഒരിക്കലും നടക്കില്ല. നിങ്ങളുടെ മകൻ കുറ്റക്കാരനല്ലെങ്കിൽ പിന്നെ എന്തിനു പേടിക്കണം? ഫോൺ ചെയ്ത് അവനെ ഉടനെ വരുത്തൂ. എനിക്ക് അവനെ ചോദ്യം ചെയ്യണം. ശരി സാർ. മാത്തച്ഛന്റെ മകനെ നാളെ ഹാജരാക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. വാസുവിനോട് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടില്ലേ? യെസ് സാർ. നമുക്ക് അവനെ ചോദ്യം ചെയ്യാം. വരൂ. എന്തു കൊടുത്തു? അത് ഉണ്ണുണ്ണി! യെസ് സർ.